ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പം ഹാപ്പി ഓണം ടു ഓൾ. ഇതിപ്പോൾ ഈ വ്ളോഗ് ഇപ്പം നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറേ നാളായിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നമ്മുടെ ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ വിചാരിച്ചൊരു വ്ളോഗ് ചെയ്യാമെന്ന്. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പം താഴെ എല്ലാവരും, ഞാനിപ്പോൾ സുജേൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ സുജേൻ്റെ ചേച്ചിയും ഹസ്ബൻഡും മക്കളൊക്കെ ഉണ്ട്. അപ്പം താഴെ ഇപ്പം എല്ലാവരും കൂടെ പൂക്കളിടുകയാണ്. അപ്പം ഇത് ബാക്കി വേറെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ, വേറെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഞാൻ താഴെ ഒരു പൂക്കളിടുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. മാറ്റി സ്റ്റാൻഡ് അപ്പ്. ഞാൻ ഇറക്കേണ്ടി ഒരു ഓണത്തിന് ഫിംഗർ ഇട്ടിട്ട് മുകളിൽ പോയി. ഇതൊന്നും ചെയ്തിട്ടുമില്ല. ഗൈഡ് ചെയ്തത് ഞാനാ. ഒരു കളർ കോമ്പിനേഷൻ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുമ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഉറങ്ങുന്ന വീട് ഞങ്ങൾ എന്തായാലും 2 ദിവസം കണ്ടിന്യൂസ് പൂക്കളം വിട്ട ക്ഷീണത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അതിനാണ് ഡെയിലി 9 മണിക്ക് എണീക്കുന്നത് ഇവരെന്നെ പറയുന്നത്. ഇനി ഒരു ട്രാൻസിഷൻ ആണ് വരാൻ പോണത്. ഇനിയെങ്കിലും ഒന്ന് പോയി കുളിക്ക എല്ലാരും തന്നോട് കൂടിയാ. ഓണപ്പൊട്ടം വരുന്നുണ്ട്. ഞാൻ വെച്ച് ഞാൻ പോർട്രേറ്റ് നല്ല വീഡിയോ സദ്യ. സാമ്പാർ, ഉപ്പേരി, പുളിയിഞ്ചി, പച്ചടി, കൂട്ടുകറി, അവിയല്, പിന്നെ പപ്പടം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് കൂട്ടുകറിയാണ്. എന്നും കൂട്ടുകറി. ഹലോ, നമ്മളപ്പോൾ ഓണസദ്യയൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ സുജിയായിട്ട് ഇടിച്ച് കൊല്ലരുത് പ്ലീസ് വ്ളോഗ് ചെയ്യുന്ന ഒരു പാവമാണ്. ഇവിടെ സുജിയേട്ടൻ്റെ തറവാട് വീടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെയാണ് സുജേൻ്റെ അമ്മമ്മ ഉള്ളത്. അപ്പോൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മമ്മ ഉള്ളത് ഇളയ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ മാമനെയും മൂത്ത മാമനെയും എല്ലാവരെയും കാണാൻ അവിടെ പോയാൽ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ പോവാണ്.
ലോൺ അറ്റേ നിങ്ങൾക്ക് കാണിച്ചു തന്നോ? സിമ്പിളാണ് കേട്ടോ, സാരി ഒന്നും എടുക്കാൻ വയ്യ, സത്യം വയ്യ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഒരു സെറ്റ് ആൾക്കാർ ഓൾറെഡി പോയി, അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇവിടെ എല്ലാവരും സദ്യ കഴിക്കുന്നത്. പാട്ടിന് കണ്ണിന് സംബന്ധം ഇത് മാത്രം ചേച്ചി, ബാക്കി എല്ലാം വയസ്സന്മാരാണ്. മൂത്തച്ഛൻ മൂത്തമ്മ കണ്ട എന്റെ അടുത്ത് വെക്കാനായിരുന്നു ഇഷ്ടം, അതിനെ കൊണ്ടുപോയി. ഹലോ, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഇതിനിടയിൽ കൂടെ വേറെ ചെറിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ 100K അടിക്കുമ്പോ ഒരു പ്ലേ ബട്ടൺ കിട്ടും അല്ലേ? ഇപ്പൊ യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സായി? 217K ഫോളോവേഴ്സായി, സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ 100K ആയപ്പോ നമുക്കൊരു പ്ലേ ബട്ടൺ കിട്ടിയായിരുന്നു, സിൽവർ പ്ലേ ബട്ടൺ, ഡേസി ട്വിൻസ് എന്ന പേജിന്. അതിപ്പോ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു വർഷമല്ല, ഓക്കെ, ഒരു വർഷം. ഒരു വർഷമായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്യാം, നാളെ ഓപ്പൺ ചെയ്യാം, അടുത്ത മാസം ഓപ്പൺ ചെയ്യാം. ചേച്ചി സന്ദീപേട്ടനൊക്കെ UAE വന്നിട്ട് ഓപ്പൺ ചെയ്യാം, അച്ഛനും അമ്മയും UAE വന്നിട്ട് ഓപ്പൺ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് മാറ്റി വെച്ച് അവസാനം ഈ ഓണത്തിന് അന്ന് ഞങ്ങൾ ആ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ബെസ്റ്റ് ലൊക്കേഷൻ ആണ്, കാരണം ഇപ്പൊ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കസിൻസ് ഉണ്ട്, മാമൻ മമ്മിമാരുണ്ട്. സോ ഇന്ന് ഓപ്പൺ ചെയ്യില്ല, പിന്നെ ഞങ്ങൾ ഓപ്പൺ ചെയ്യൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവാണ്. എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഞങ്ങളെ ഒരുപാട് എല്ലാവർക്കും ഓണാശംസകൾ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതിനകത്തുള്ള പേര് ഞങ്ങൾ തന്നെയായിരിക്കും. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വ്യത്യാസം എന്തെങ്കിലും 1 ഇയറിന്റെ മുകളിലായി. സോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ സമയത്തിന് പൊട്ടിക്കാൻ സാധനം. ഹലോ, നെക്സ്റ്റ് നമ്മൾ ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 2 ടീമായിട്ടാണ് നമ്മള് ഗെയിംസ് ചെയ്യുന്നത്. ടീം ആർപ്പോ ആൻഡ് ടീം ഇറോ. നല്ല പേരില്ലേ? സോ ഫസ്റ്റ് ആര് വിളിക്കണം എന്നുള്ള ടോസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്റെ വിളിയാണ്. സോ എന്നോട് റിക്വസ്റ്റ് ചെയ്താണ് ഒരാള്, അതുകൊണ്ട് ചിപ്പു. അപ്പൊ എന്റെ ടീമില് ഇഷ. ഓക്കെ, ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചിരിക്കുകയാണ് അമ്മു. ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചിരിക്കുകയാണ് അതു. അളിയൻ സന്ദീപ് ഏട്ടൻ എന്റെ ടീമിലേക്കാണ്. അപ്പം കട്ടക്ക് അബി എന്റെ ടീമിൽ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് അമ്മയച്ഛനും അച്ഛനില്ല, അമ്മ എന്റെ ടീമില്, എന്നാ ചേച്ചി എന്റെ ടീമില്. ഓക്കെ, ഷീജമ്മായി എന്റെ ടീമില്, ഗീതമ്മായി എന്റെ ടീമില്, അഞ്ജു എന്റെ ടീമില്, ദീപ്തി എന്റെ ടീമില്. അപ്പം ഹസ്ബൻഡും വൈഫ് ഒരു ടീമിലാണ്. ഞാനൊരു വിട്ടന്ന കേട്ടോ. ഗീതമ്മ അപ്പൊ ടീമൊക്കെ സെറ്റ് ആയിരിക്കണം. സിമ്പിൾ ഗെയിംസ് ആണ്, നമ്മൾ ഓണത്തിന് കളിക്കുന്ന സിമ്പിൾ ഗെയിംസ് ആണ്. വടംവലി ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കാം. എന്തായാലും സിമ്പിൾ ഗെയിംസ് ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം ടീം ആർക്കും കഴിയാതെ ഇറോ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പറയും ലെമൺ ആൻഡ് സ്പൂൺ റേസ് ആണ്. അപ്പം 2 ടീമിനും 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളാണ്. ഫസ്റ്റ് 4 പെണ്ണുങ്ങൾ തമ്മിലുള്ള മത്സരമായിരിക്കും. ജയിക്കുന്ന പ്ലെയറിന് 5 പോയിന്റ്സ്, സെക്കൻഡ് വരുന്നാക്ക് 3 പോയിന്റ്സ്, തേർഡ് വരുന്നാക്ക് 2 പോയിന്റ്സ്, ലാസ്റ്റ് വരുന്നാക്ക് ഒന്നുമില്ല. 1 പോയിന്റ് അല്ലേ? 5-3-1. സോ അങ്ങനെയാണ് പോയിന്റ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആരാ ലാസ്റ്റ് ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉണ്ടാക്കുന്നത് നോക്കും. അപ്പം 2 ടീമിനും 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളാണ് ലെമൺ ആൻഡ് സ്പൂൺ റേസിൽ മത്സരിക്കേണ്ടത്. സോ
2, 1, go! ഹലോ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിമായ ലെമൺ ആൻഡ് സ്പൂൺ കഴിഞ്ഞപ്പോ ടീം ആർപ്പോ ലേഡീസിന്റെയിലും 1 പോയിന്റ്, തേർഡ് പ്രൈസ് ആണ്. ടീം ഇറോ 5+, അതായത് ഫസ്റ്റും സെക്കൻഡും ലഭിച്ചിട്ട് 5+3 8 പോയിന്റ്സ്. ആൻഡ് ലെമൺ ആൻഡ് സ്പൂൺ ഗെയിം ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ്. നമ്മൾ ഇനി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിംസിലാണ് പിടിക്കാൻ പോകുന്നത്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ബോത്ത് ലേഡീസിന്റെയിലും ലാസ്റ്റ് ഞങ്ങൾ എന്തായാലും പിടിച്ചിരിക്കും. ലേഡീസിന്റെയിലും ജെന്റ്സിന്റെയിലും ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ടീം ഇറോനായിരുന്നു. ആൻഡ് തേർഡ് പ്രൈസ് ബോത്ത് ഗെയിംസിലും ടീം ആർപ്പോയ്ക്കായിരുന്നു. അപ്പൊ ടീം ഇറോ 8+8 16 പോയിന്റ്സ് ആൻഡ് ടീം ആർപ്പോ 2 പോയിന്റ്സ്. ഹലോ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ബലൂൺ ബോള് ബ്ലോ ചെയ്തിട്ട് ആ കാറ്റ് വെച്ചിട്ട് കപ്സ് മൂവ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ്. അപ്പം അതാണ് സെക്കൻഡ് റൗണ്ടിൽ വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞത് രണ്ടും ആർപ്പോ എന്നാണ് പറഞ്ഞത് തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇറോ ടീമാണ് 16 പോയിന്റ്സ് ആൻഡ് ആർപ്പോ ടീം 2 പോയിന്റ്സ്. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ടീമിൻ്റെ പോയിന്റ് നില വരുന്നത്. ഇനി നെക്സ്റ്റ് ഗെയിം നോക്കാം. അപ്പം ഫസ്റ്റ് മത്സരിക്കാൻ എത്തിക്കുന്നത് ടീം ഇറോയിൽ നിന്നും വിമല ശശിധരൻ. Shani from Team Arpo. Ready? Your time starts now. വെറും 19 സെക്കൻഡിൽ. അടുത്തതായി ടീം ഇറോയിൽ നിന്നും അഞ്ചു. സമയം എടുത്ത് ചെയ്താൽ മതി. 3, 2, 1, go. Deep days. Way up. Go. അപ്പൊ ബലൂൺ ബ്ലോന്റെ ലേഡീസിന്റെ പിന്നെ സെക്ഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബോയ്സിന്റെ വാശിയേറെ മത്സരമാണ് വരുന്നത്. അപ്പൊ ഇതിലെ ടീം ആർപ്പോയും ഇറോയെ ആരാണ് ജയിക്കുക എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ. മത്സരിക്കാൻ പോകുന്നത് ടീം ഇറോയ്ക്ക് വേണ്ടി മിസ്റ്റർ സന്ദീപ്. അടുത്തതായി ടീം ഇറോയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ സുജിത്. ഒമ്പത് സെക്കൻഡ്. ഒരു 10 സെക്കൻഡ് കൂടെ പോവായിരുന്നെങ്കിൽ നമുക്ക് സുജിയെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് വിളിക്കേണ്ട അവസ്ഥയാണ്. നമ്മളധികം ഡയലോഗ് അടിക്കുന്നില്ല, കാരണം അടുത്ത ഞാനും വരാനുണ്ട്. ടീം ആർപ്പോയിൽ നിന്നും അഭിജിത്ത്. അഭി സെക്കൻഡ് 2, 1, go. എന്താണ് ഞാൻ ചെയ്യാം? 15 seconds. 2 minutes 15 seconds. 2 minutes 15 seconds. അടുത്തതായി ടീം ആർപ്പോ ക്യാപ്റ്റൻ സുനിത് ശശിധരൻ. 3, 2, 1, go. രണ്ടാം സ്ഥാനം.
ഗെയിം കഴിഞ്ഞപ്പോൾ ടീം പോയിന്റ് നില എത്രയാണ്? ടീം ആർപ്പോ വെറും 12 പോയിന്റ്, നമുക്ക് ടീം ഇറോ 24 പോയിന്റ്സ്. അടുത്തതായി നെക്സ്റ്റ് ഗെയിമിനെ പറ്റിയുള്ള എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിജയാണ് പറഞ്ഞിരുന്നായിരിക്കും. 10 കളർ ഉണ്ട്, എല്ലാ കളറിന്റെയും 10 ബീഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3 കപ്പ് ഇവിടെ വെക്കും, ഈ ബോളും വെക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 കളർ നിങ്ങൾ എടുത്തിട്ട് സെപ്പറേറ്റ് കപ്പിലിടുന്നു. അതായത് വൈറ്റ് ഒരു കപ്പിലിടുവാണെങ്കിൽ ബ്ലാക്ക് ഒരു കപ്പിലിടുന്നു, പിന്നെ റെഡ് ഒരു കപ്പിലിടുന്നു. എന്നിട്ട് നിങ്ങൾ അതിന്റെ 10 ഈ കപ്പിൽ 10 ഈ കപ്പിൽ 10 ഈ കപ്പിൽ സെയിം കളർ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടണം. ആരാണ് ഫസ്റ്റ് ടൈമർ വെച്ചിട്ട് ആരാണ് ഫസ്റ്റ് ഇത് 3 സെപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും 3 ചോയ്സ് അവരുടെ ചോയ്സിന്റെ കളർ സെപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവര് ജയിക്കും. ഫാസ്റ്റസ്റ്റ് ചെയ്യുന്നത് 1 by 1 ഒരു അടി ഒറ്റ ചാൻസിൽ 2 എടുക്കാൻ പാടില്ല, 1 by 1 എടുത്തിട്ട് ഇടാൻ പാടുള്ളൂ. അതാണ് കളി. ഓക്കെ, വേറെ 30 സെക്കൻഡ് കൊണ്ട് ഈശാന്റെ റെക്കോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഇഷാനിയുടെ റെക്കോർഡ് വെട്ടിക്കാനായി ഇഷാനിയുടെ സിസ്റ്റർ ഷെഫാലി ഫ്രം ടീം ഇറോ. സോറി 3, 2, 1 ഗോ. നമ്മൾ കൺസിഡർ 2 സെക്കൻഡ്സിലുണ്ടായിരുന്നു 40 സെക്കൻഡ്സ്. റെക്കോർഡ് വെട്ടിക്കാനായി അമ്മ സൗമ്യ 3, 2, 1 ഗോ. സൗമ്യ സെക്കൻഡ് പ്ലേസ്, വെരി ഗുഡ്. അടുത്തതായി ടീം ഇറോയിൽ നിന്നും 5 പോയിന്റ് കരസ്ഥമാക്കാൻ ദിവ്യ. 3, 2, 1 ഗോ. 29.95 അപ്പൊ ജയിച്ചിരിക്കുകയാണ്. 29 സെക്കൻഡ് റെക്കോർഡ് പൊട്ടിക്കാൻ വേണ്ടി ടീം ആർപ്പോയിൽ നിന്നും അതുല്യ. സ്റ്റാർട്ട് നൗ. അപ്പൊ 34 സെക്കൻഡ്. ടീം ഇറോയിൽ നിന്നും അഞ്ജു. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ടീം ആർപ്പോയിൽ നിന്നും ദീപ്തി. Your time starts now. 1, 2, 3 start. 26. അപ്പൊ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീമിന്റെ പോയിന്റ് നില വരുന്നത് ടീം ആർപ്പോ 15 പോയിന്റ്സ് ആൻഡ് ടീം ഇറോ 30 പോയിന്റ്സ്. അപ്പൊ ആര് വിൻ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് ഗെയിമും കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഗെയിം കാണാം. ഇതങ്ങ് പൊട്ടുന്ന കണ്ടേ ഞാൻ ഇതിലെ അടുത്തതായി ബലൂൺ ബ്ലാസ്റ്റ് കോമ്പറ്റീഷനിൽ ലേഡീസിന്റെ കോമ്പറ്റീഷൻ ആണ്. സോ 3, 2, 1 ഗോ. കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ പോയിന്റ് നില എത്രയാണ്? ടീം ആർപ്പോ 21 പോയിന്റിലാണ് ആൻഡ് ടീം ഇറോ 42 പോയിന്റിലാണ്. ഹലോ ഗൈസ്, അടുത്തതായിട്ട് എന്തോ കൊക്കോ പറക്കൽ ഗെയിം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. പുതുതായിട്ട് ഇപ്പൊ ഇവരുടെ ഡെമോ ഇവിടുന്ന് കാണിച്ചു തരും. ഇതാണ് ഗെയിം. അപ്പൊ ഇത് നമുക്ക് കളിച്ചു നോക്കാൻ എന്താവും അറിയില്ല. നിലത്ത് കുത്തിയാൽ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് പോയി വീണ്ടും വരണം. 1 go. 3, 2, 1 go. 2, 1 go. 2, 1 go.
മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ വോയിസിന് അറിയില്ല. ഇതാ മ്യൂസിക്കൽ ചെയർ ആണ് നടക്കാൻ പോകുന്നത്. വലിയ പോയിന്റ് ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ മ്യൂസിക്കൽ ചെയറിൽ നമ്മൾ വമ്പൻ ഒരു സെക്കൻഡ് സ്ഥാനം കിട്ടിയത് ഹലോ ഗൈസ്, അപ്പൊ അടുത്ത നമ്മുടെ കോമ്പറ്റീഷൻ ഫിൽ ദ ബോട്ടിലാണ്. വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്യാണ്. അപ്പൊ ഇതിലെ എല്ലാ ടീം മെമ്പേഴ്സും, രണ്ട് ടീമിലെ എല്ലാ ടീം മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യും 1 by 1 ആയിട്ട്. അതൊരു ലൂപ്പ് പോലെ ഫസ്റ്റ് ആൾ കണ്ടിന്യൂ ചെയ്യും. അത് ബോട്ടിൽ ആരാദ്യം ഫസ്റ്റ് ഫില്ല്, ഏത് ടീം ഫസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നു അവർ വിൻ ചെയ്യും. അവർക്ക് 10 points കിട്ടുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ഫൈനൽ പോയിന്റ് നില എന്ന് പറയുന്നത് ആർപ്പോ ടീമിന് 46 points-ഉം ഇറോ ടീമിന് 53 points ആണ്. അപ്പൊ ആർക്കാണോ ഈ 10 points കിട്ടുന്നത് അവർ വിൻ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോ കുറച്ച് ആൾക്കാർ ബാക്കിലാക്കി ഫസ്റ്റ് റൗണ്ടിൽ വെറും 1 point മാത്രം നേടിക്കൊണ്ട് പകുതി മത്സരവും ഞങ്ങൾ പകുതി പോയിന്റ് പിന്നിലായിട്ടും കൂടെ അവസാന മത്സരത്തിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ എല്ലാ ഗെയിമിലും വിന്നർ ആയിട്ട് നിന്ന ഹീറോ ടീം. ഇങ്ങനെ വളരെ വാശിയേറിയ ഫിൽഡ് ബോട്ടിൽ മത്സരം അവസാനിക്കുമ്പോൾ ടീം ആർപ്പോ ടീമാണ് ജയിച്ചത്. ഫസ്റ്റ് ബോട്ടിൽ ഫില്ല് ചെയ്ത് ജയിച്ചത്. അപ്പോൾ അവർക്ക് 10 points കിട്ടി. അപ്പോൾ ഇപ്പോൾ വിന്നേഴ്സ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീം ആർപ്പോനെയാണ്. അപ്പോൾ അവർക്ക് സമ്മാനദാന ചടങ്ങാണ് അടുത്തായിട്ട് നടക്കാൻ പോണത്. നമ്മുടെ വിപഞ്ചികയുടെ ഓണം സെലിബ്രേഷൻസ് മത്സരത്തിൽ ടീം ആർപ്പോ വേഴ്സസ് ടീം ഇറോ കോമ്പറ്റീഷനിൽ ജയിച്ചത് ടീം ആർപ്പോ ആണ്. അപ്പോൾ ടീം ആർപ്പോക്ക് നമ്മുടെ എവർ റോളിംഗ് ട്രോഫി, വിപഞ്ചിക ഹൗസിന്റെ എവർ റോളിംഗ് ട്രോഫി കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ അച്ഛനെ ക്ഷണിച്ചിരിക്കുകയാണ്. ആൻഡ് ട്രോഫി വാങ്ങിക്കാനായി ടീം ആർപ്പോന്റെ ക്യാപ്റ്റൻ സുമിത്തിനെ മുന്നോട്ട് വിളിക്കുന്നു. ഷിഫാലി പ്ലീസ് ബ്രിങ് ദ ട്രോഫി. ഇത് എവർ റോളിംഗ് ട്രോഫിയാണ്. ഏത് നിമിഷവും വീഴും, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ ഓക്കെ വന്നേരം
പൊളിച്ചില്ലേ? അപ്പൊ എല്ലാവർക്കും മിസ് ചെയ്യും. അതാ ഇനി ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും മിസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഓണത്തിന് നമ്മൾ ഇതിൽ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും സൈനിങ് ഓഫ്. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ see you, bye.